ഓഗസ്റ്റ് 10-ന് പുന്നമടക്കായലിൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം പ്രകാശനം ചെയ്തു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രശസ്ത സിനിമാ താരം കുഞ്ചാക്കോ ബോബൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. നീലപ്പൊന്മാൻ എന്ന പേരിൽ തന്റെ പിതാവ് 1975-ൽ നിർമ്മിച്ച സിനിമയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഭാഗ്യചിഹ്നം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്ന് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു. കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ, അതാണ് ഇത്തവണത്തെ നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം. പത്തനംതിട്ട റാന്നി സ്വദേശിനിയും ഗ്രാഫിക് ഡിസൈനറുമായ KV ബിജിമോളാണ് ലോഗോ തയ്യാറാക്കിയത്. ആദ്യമായി ഒരു വനിത ഈ മത്സരത്തിൽ വിജയിച്ചു എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. 212 എൻട്രികളിൽ നിന്നും മാവേലിക്കര രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് അധ്യാപകരായ വിജയ റോബർട്ട്, BD ബിനോയ്, ആർട്ടിസ്റ്റ് വിമൽ റോയ് എന്നിവരാണ് ഈ ഭാഗ്യചിഹ്നം തിരഞ്ഞെടുത്തത്. വള്ളംകളിയുടെ ഇത്തവണത്തെ ഭാഗ്യചിഹ്നമായ നീലപ്പൊന്മാനെ വരയ്ക്കാൻ കഴിഞ്ഞതും ഈ ചിത്രം തിരഞ്ഞെടുത്തതിലും സന്തോഷമുണ്ടെന്ന് KV ബിജിമോൾ 9 ന്യൂസിനോട് പറഞ്ഞു. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എൻ്റെ കാര്യത്തിൽ വളരെയധികം സന്തോഷം. അതിലുപരി ഈ മത്സരത്തിൽ വിജയിക്കുന്ന ആദ്യ വനിത എന്നതിൽ വളരെയധികം അഭിമാനം തോന്നുന്നുണ്ട്. എല്ലാ സ്ത്രീകൾക്കും ഇതൊരു പ്രചോദനമാവട്ടെ. ഈ നേട്ടത്തിൽ ഏറ്റവും അധികം പങ്കുവഹിച്ചത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ തന്നെ സംരംഭമായ മാജിക് മാനിൻ്റെ ഓൺലൈൻ പേജിലൂടെയാണ്. ഡിജിറ്റൽ പെയിൻറ്, കാരിക്കേച്ചർ, ലോഗോ ഡിസൈനിങ് തുടങ്ങിയ വർക്കുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാഗ്യചിഹ്നമായ ഈ നീലപ്പൊന്മാനെ വരയ്ക്കാൻ കാരണം പ്രകൃതിയോടും ജലാശയങ്ങളോടും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ചെയ്യുന്ന പക്ഷി ആയതുകൊണ്ട് തന്നെയാണ് അതിനെ വരയ്ക്കാൻ തീരുമാനിച്ചത്. NTBR സൊസൈറ്റി സെക്രട്ടറിയായ സബ് കളക്ടർ സമീർ കിഷൻ, നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നസീർ പുന്നക്കൽ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ് എന്നിവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരിയും AD വിനോദ് രാജും ചേർന്ന് ഭാഗ്യചിഹ്നം ഏറ്റുവാങ്ങി.